പൈസ ഉണ്ടായാലും ഇന്ന് നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. പൈസ ഉണ്ടായാലേ നമ്മളെ പെണ്ണുമ്പോൾ അവരെ കൂടെ പൈസ ഇല്ല അവർക്കും വേണ്ട, കാശ് മതി, കാശ് മാത്രം. നമ്മളെ സാഹചര്യമൊന്നും ആരും മനസ്സിലാക്കുകയല്ല. ഈ വണ്ടിയായിട്ട് ഓടിയിട്ട് കൈ പൈസ ഉണ്ടോ, ഒരു നേരത്തെ ചായ കുടിക്കാനുള്ള പൈസ നമ്മുടെ കയ്യിലുണ്ടോ, അതൊന്നും അവർ ചിന്തിക്കുകയല്ല. പക്ഷേ അവർക്ക് പൈസ മതി. അവർ ചോദിക്കുമ്പോൾ പൈസ കൊടുക്കും. നമ്മളെങ്ങനെ ജീവിക്കുന്നതെന്നോ എങ്ങനെ കറങ്ങി തിരിഞ്ഞാൽ പോകുന്നതെന്നോ അതൊന്നും അവർക്കറിയേണ്ട കാര്യമില്ല. അവർ ചോദിക്കുമ്പോൾ അവർക്ക് പൈസ കൊടുക്കാൻ പറ്റും. അതാണ് കുഴപ്പം. പൈസ ഉണ്ടെങ്കിൽ കൂടെ ഉണ്ട്, പൈസ ഇല്ലേ നമ്മളൊരു പിച്ചക്കാരന്, അവരുടെ മുമ്പിൽ നമുക്കൊരു വിലയില്ല. അങ്ങനെയുള്ളവിടുത്തെ എന്നത്തിന് ഇങ്ങനെ നിൽക്കണേ, ഒറ്റയ്ക്കാകുക, എന്നിട്ട് സ്വന്തം കാര്യം നോക്കുക. അപ്പോൾ എല്ലാത്തിലും ഒരുപാട് അടുപ്പം കാണിച്ച് നമ്മളായിട്ട് നിൽക്കും. പക്ഷേ അവരവരുടെ മനസ്സിൽ ആ രീതിയിലായിരിക്കുകയല്ല. അവർ ചിന്തിക്കുന്ന വേറെ കാര്യങ്ങളായിരിക്കും. കാശ് വേണം, കാശ് കൊണ്ട് ഇതൊക്കെ ചെയ്യാം, അതൊക്കെ ചെയ്യാം, ഇച്ചിരി ആർഭാടമായിട്ട് പോകാം. അപ്പോൾ അതിനൊന്നും ഒരു കുഴപ്പമില്ല. നമ്മുടെ സാഹചര്യം കൂടെ മനസ്സിലാക്കി വേണ്ട മുമ്പോട്ട് പോകാൻ. സാഹചര്യം മനസ്സിലാക്കി മുമ്പോട്ട് പോകുകയാണെങ്കിൽ ഏത് കാര്യവും നടക്കും. ഇപ്പം നടന്നില്ലേ പോലും പിന്നീടാണേലും അവരാഗ്രഹിച്ച കാര്യങ്ങൾ. നമുക്ക് എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആ സമയമാകുമ്പോൾ എല്ലാം ശരിയാവും. ഇപ്പം ചിലപ്പോൾ പിച്ചക്കാരനെ പോലെ നടക്കേണ്ടി വരുമായിരിക്കും, സാരമില്ല. പക്ഷേ പിന്നീട് ഒരു നാൾ നമ്മൾ അതായത് ഈ സ്റ്റേജെല്ലാം തരണം ചെയ്ത് ഇച്ചിരി മുമ്പോട്ട് വരും. ഒറ്റയടിക്ക് കയറുകയല്ല, അതിനുവേണ്ടി പരിശ്രമിക്കുക, ചത്ത് കിടന്ന് പരിശ്രമിക്കുക. വിധിച്ചതാണെങ്കിൽ കിട്ടും, ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ പരിശ്രമം മാത്രം തുടരും.